ഹായ് നമസ്കാരം ഏവർക്കും PSC ക്ലൈംബറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ 1ൻ്റെ ഭാഗമായിട്ട് 2 SCRT പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2024 LGS ലെവലിൽ PSC പരീക്ഷകളിൽ ചോദിച്ച സയൻസും അതേപോലെ പൊതുജനാരോഗ്യം ഈ 2 ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 104/2024 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഏകദേശം ഈ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കൂടിയിട്ട് 50-ലധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ. ആഹാര ശൃംഖലയിലെ 1ാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല, നമുക്ക് നേരെ ആൻസറിലേക്ക് പോവാം. ഏതാണ്? ഓപ്ഷൻ സി, പുല്ലാണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം പുല്ല് അതേപോലെയുള്ള സസ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഗണത്തിൽപ്പെട്ടവരായിരിക്കും എപ്പോഴും 1ാമത്തെ കണ്ണിയായിട്ട് വരുന്നത്. ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? നമുക്കറിയാം ചന്ദ്രശങ്കര ഏതിൻ്റെയാണ്? തെങ്ങിൻ്റെയാണ് കേട്ടോ. തെങ്ങിൻ്റെ സങ്കര ഇനമാണ് ചന്ദ്രശങ്കര എന്ന് ഓർക്കുക. അതേപോലെ ലക്ഷഗംഗ, കേരഗംഗ ഇതൊക്കെ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണെന്ന് ഓർത്തേക്കുക. ഞാനിപ്പോൾ ഒരുപാട് റിലേറ്റഡ് ഫാക്റ്റുകൾ പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തത്, വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജീവകം ബിയുടെ കുറവ് മൂലമാണ് വായ്പുണ്ണ് ഉണ്ടാവുന്നത്. അടുത്ത 57ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. വന്യജീവി സങ്കേതമാണ് നീലഗിരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, തെറ്റാണ് അല്ലെ. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അപ്പം 1 തെറ്റാണ്. അപ്പോൾ 1 ഓപ്ഷൻ വരുന്നത് നോക്കിക്കേ. എ ഓപ്ഷൻ നമുക്ക് കളഞ്ഞേക്കാം. എ മാത്രമേ ഇവിടെ എലിമിനേറ്റ് ആയിട്ട് പോകത്തുള്ളൂ. അടുത്ത, ദേശീയ പാർക്ക് സൈലന്റ് വാലി ശരിയാണ് അല്ലെ. നാഷണൽ പാർക്കിന് ഉദാഹരണമാണ് സൈലന്റ് വാലി. സോ 2 ശരിയാണ്. അപ്പൊ 2 ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ബിയും ഉണ്ട്, ഓപ്ഷൻ ഡിയും ഉണ്ട്. അപ്പൊ സി അവിടെ തന്നെ നമുക്ക് വെട്ടിയേക്കാം. അടുത്ത, കമ്മ്യൂണിറ്റി റിസർവ് അഗസ്ത്യാർകൂടം ആണോ? അല്ല, തെറ്റാണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2 മാത്രം ശരി എന്നുള്ളതാണ്. ഇവിടെ തന്നിട്ടുള്ളതിൽ 2ാമത്തത് മാത്രം, അതായത് ദേശീയ പാർക്ക് സൈലന്റ് വാലി എന്നുള്ളത് മാത്രമാണ് ശരിയായിട്ടുള്ള ജോഡി. അടുത്തത് 58ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ശാസ്ത്രജ്ഞർ. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ സയന്റിസ്റ്റിനൊക്കെ നൽകുന്ന അല്ലെങ്കിൽ ആ ഒരു മേഖലയിലുള്ള വ്യക്തികൾക്ക് നൽകുന്ന അവാർഡാണ് ഏത്? ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് എന്നത് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2024 അപ്പൊ കറണ്ട് അഫയേഴ്സ് നോക്കി അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്, രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. അപ്പൊ ആരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അടുത്തത് 60ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏവ? കറക്റ്റ് ആൻസർ വരുന്നത് നോക്കാം. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. ഇത് ശരിക്കും ആസിഡ് ബേസ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പഠിച്ചു പോവേണ്ട, എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആസിഡുകൾ എന്താ ചെയ്യുന്നത്? ആസിഡുകളാണ് ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നത്? റെഡാക്കി മാറ്റുന്നത്. ബേസുകളാണെങ്കിൽ നേരെ തിരിച്ചാണ്. ബേസ് അല്ലെങ്കിൽ ആൽക്കലികളാണെങ്കിൽ എങ്ങനെയാണ്? ചുവപ്പ് ലിറ്റ്മസ് റെഡിനെ എന്താക്കി മാറ്റുവാണ്? ബ്ലൂ ആക്കി മാറ്റുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആസിഡിന്റെ പൊതു സ്വഭാവമാണ്. സോ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പൊ 1 ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഏതാ? ഡിയിലും വന്നിട്ടുണ്ട്, എയിലും വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് സിയും ബിയും എലിമിനേറ്റ് ചെയ്തേക്കാം. പിന്നെ pH മൂല്യം, എപ്പോഴും pH സ്കെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്.
0 മുതൽ 14 വരെയാണ് pH സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ. അതിൽ 7 എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ സബ്സ്റ്റൻസിന്റെയാണ്, നിർവീര്യമായിട്ടുള്ളതിന്റെയാണ്. 7 താഴത്തേക്ക് വന്നാൽ എന്തായിരിക്കും? ലെസ് ദാൻ 7 വന്നാൽ അത് ആസിഡ് ആയിരിക്കും. പിന്നെയോ ഗ്രേറ്റർ ദാൻ 7 വന്നിട്ടുണ്ടെങ്കിൽ അത് ബേസ് അല്ലെങ്കിൽ ആൽക്കലി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ pH മൂല്യം 7ൽ കൂടുതലാണെന്നുള്ളത് എന്താണ്? തെറ്റാണ്. ആസിഡ്സിന് എങ്ങനെയാണ്? 7ൽ കുറവാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1ഉം 4ഉം ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് pH മൂല്യം 7ൽ കുറവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ SCERTയിൽ കൃത്യമായിട്ടുള്ളതാണ്. 10ാം ക്ലാസ്സിലെ ഫിസിക്സിൽ വരുന്ന 4th ചാപ്റ്ററിൽ വരുന്ന ഒരു ഇക്വേഷൻ കൂടി ഇവിടെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1. ഈ തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ആംഗിൾ ആണ് കേട്ടോ. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. 360 ഡിഗ്രി ഡിവൈഡ് ബൈ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആംഗിൾ, തന്നിരിക്കുന്ന കോണളവ് എത്രയാണോ മൈനസ് 1. ഇപ്പം ഇവിടെ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അതായത് 360 ഡിവൈഡ് ബൈ 60 മൈനസ് 1 എന്ന് വരും. അതായത് എന്താണ്? 6 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 5 വരും. അതായത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്തത് 62ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആസാമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 63ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പെടാത്തതാണ് കേട്ടോ. ഇവിടെ പെടുന്നത് ഏതൊക്കെയാണ്? ആട്ടുകട്ടിലിന്റെ ചലനം, അതേപോലെ തന്നെ ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. ഇത് രണ്ടും ദോലന ചലനത്തിൽ പെടുന്നതാണ്. അപ്പോൾ പെടാത്തത് ഏതൊക്കെയാണ്? ഫാനിന്റെ ദളങ്ങളുടെ ചലനവും അതേപോലെ സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനം. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം. അടുത്തത് 64ാമത്തെ ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഹെൻറി കാവൻഡിഷ് ആണ്. ഇത് ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പഠിച്ചു വെച്ചോളുക. അടുത്തത് ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയാൾ, ആദ്യമായിട്ടല്ല അവസാനമായി കാലുകുത്തിയാൾ യൂജിൻ സർനനാണ്. ചന്ദ്രനിൽ അവസാനമായിട്ട് കാലുകുത്തിയത് ആരാണ്? യൂജിൻ സർനൻ. അടുത്ത 66ാമത്തെ ക്വസ്റ്റ്യൻ. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22 ലോക ജലദിനം മാർച്ച് 22. അടുത്തത് ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരിയാണ്. ജലദോഷം ഉണ്ടാക്കുന്നത് ആരാണ്? വൈറസ് ആണ് അല്ലേ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയൽ ഡിസീസും അതേപോലെ തന്നെ നമ്മുടെ വൈറൽ ഡിസീസും അതാണ് കുറേ പഠിക്കാനുള്ളത്. അത് രണ്ടുമാണല്ലോ. അപ്പോൾ അതിൻ്റെ കോഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ മുമ്പ് ജസ്റ്റ് PYQൻ്റെ മറ്റൊരു സെഷനിൽ ഞാനൊന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ്റെ ആ ഒരു ക്ലാസ്സസ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് കോഡ് വെച്ചിട്ടുള്ള അതിൻ്റെ ക്ലാസ്സുകളും നോട്ട്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്ത 68ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ഏഡിസ് മോസ്കിറ്റോസ് ആണ്, അല്ലെങ്കിൽ ഏഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. 69ാമത്തെ ക്വസ്റ്റ്യൻ. എയ്ഡ്സ് രോഗത്തിന് കാരണമാവുന്ന വൈറസ് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടറിവെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ. HIV ആണ് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ്. 70ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 120/80 mmHg ആണ്. 120/80 mmHg ആണ്. അടുത്ത നോക്കാം. മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? 2024 നടന്ന മറ്റ് 1-2 പരീക്ഷകളിലും ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 206 അസ്ഥികളാണ്. അടുത്ത 72ാമത്തെ ക്വസ്റ്റ്യൻ. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പൾപ്പ്. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്? അത് പൾപ്പാണ്.
അടുത്തത്, ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? എത്ര തവണയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 72 തവണയാണ്. അപ്പോൾ ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി 72 തവണ സ്പന്ദിക്കും. അടുത്തത്, പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ്. ഏതാണ് രോഗം? ബ്രോങ്കൈറ്റിസ് ആണ് കേട്ടോ. PSC മുമ്പും ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ SCRT കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 75ാമത്തെ ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ പൊണ്ണത്തടി ആണെങ്കിലും പ്രമേഹമാണെങ്കിലും അതേപോലെ തന്നെ ഹൃദ്രോഗമാണെങ്കിലും എന്താണ്? ജീവിതശൈലി അല്ലേ, ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന അസുഖമാണ്. എന്നാൽ ടൈഫോയിഡ് എന്താണ്? ടൈഫോയിഡ് നമുക്കറിയാം ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത്? എന്താണ്? മൃത സഞ്ജീവിനി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. നമ്മൾ സ്കീംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അതായത് PYQ ടോപ്പിക് വൈസ് PYQയിൽ നമ്മൾ സ്കീംസ്, അതായത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റി 2024 ഒരു ടോപ്പിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2017 തൊട്ട് 2023 വരെ PSC ചോദിച്ചിട്ടുള്ള സ്കീംസിൻ്റെയും ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുന്നോട്ടുള്ള ഡേയ്സിൽ അതുമൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്താണ്? മൃതസഞ്ജീവിനി എന്നാണ്. അടുത്തത്, ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയാണ്? ഓപ്ഷൻ എ ആണ്, വരയാടിനെയാണ് ഇരവികുളത്ത് സംരക്ഷിക്കപ്പെടുന്നത്. അടുത്തത്, പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹോർട്ടികൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ഹോർട്ടികൾച്ചർ എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ്? പഴം, പച്ചക്കറി ഇതൊക്കെ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കാം, പവിത്ര, അന്നപൂർണ, ഹെസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അന്നപൂർണ എന്ന് പറയുമ്പോൾ തന്നെ കിട്ടും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നെല്ലാണ്. അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യൻ, ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് ഏത്? കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ ഉള്ളതല്ലേ, അപ്പം അത് നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ അപ്പോൾ ഈ 104/2024 ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 53 തൊട്ട് 80ാമത്തെ വരെ ക്വസ്റ്റ്യൻസ് ഈ ഒരു സയൻസും പൊതുജനാരോഗ്യവും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ഓക്കെ അല്ലേ? അപ്പം നമുക്കിനി അടുത്തത് 91/24 അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും 53ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ആ ഒരു സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ തുടങ്ങുന്നത്. അപ്പം 53ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? എവിടെയാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ചെവിയിലാണ് അല്ലേ. നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ് അല്ലേ. എന്താണ്? സ്റ്റേപ്പിസ് ആണ്. ഈ സ്റ്റേപ്പിസ് എവിടെയാണ് കാണപ്പെടുന്നത്? ചെവിയിലാണ്. അപ്പം അങ്ങനെയും ചോദിക്കാം കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സ്റ്റേപ്പിസ് ആണെന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 54ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? നോക്കിക്കൊള്ളുക. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. പലതവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ. അപ്പോൾ എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് നോക്കിക്കൊള്ളുക. എയും ഉണ്ട്, അതേപോലെ ബിയും ഉണ്ട്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ നോക്കാം. ബെറി എന്ന രോഗം വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ബെറി എന്ന് പറയുന്ന രോഗം വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണോ ഉണ്ടാവുന്നത്? അല്ല, വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇനി അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ആണ് 1ഉം 4ഉം ശരി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നോക്കിക്കൊള്ളുക. ബെറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു.
അപ്പോൾ ഇവിടെ നോക്കിക്കൊള്ളുക, ഈ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ, വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തം. അതെന്തായാലും തെറ്റാണ്, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് ഈ ഒരു വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചേക്കുക. വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്. അത് തിരിച്ചും ചോദിക്കും, അതായത് നിശാന്തത ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത്, ഏതിൻ്റെയാണ്, അത് വിറ്റാമിൻ എയുടെ ആണ്. ഓക്കെ, അല്ലെങ്കിൽ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖം ഏത് താഴെ തന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി ബെറി ആണെങ്കിലോ അത് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ്. അടുത്ത 55ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, പൊക്കാളിയാണ്. പൊക്കാളി എന്ന നെല്ലിനമാണ് ബുദ്ധിമാന്റെ നെല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 56ാമത്തെ ക്വസ്റ്റ്യൻ, കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാം, ഓപ്ഷൻ ബി പീച്ചിയിലാണ് കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എപ്പോഴും എന്താണ്, ഒന്നാമത്തെ ട്രോപിക തലത്തിൽ, അതായത് ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ വരുന്നവർ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഉൽപാദകർ ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 58ാമത്തെ ക്വസ്റ്റ്യൻ, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര്? ആരാണ്? അരുൺ അലോഷ്യസ് ആണ്. അപ്പം അരുൺ അലോഷ്യസ് എഴുതിയ പുസ്തകമാണ് ഏത്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ. അടുത്തത്, ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? ബാർക്കാണ് കേട്ടോ, ഓപ്ഷൻ എ ബാർക്കാണ്, BARC. ബാർക്കിന്റെ ഫുൾ ഫോമും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. എന്താണ് ബാർക്കിന്റെ ഫുൾ ഫോം വരുന്നത്? ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ എന്നാണ്. ഓക്കെ, അതപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അപ്പൊ നോക്കിക്കൊള്ളുക. ഒന്നാമത്തേത്, താപത്തിന്റെ യൂണിറ്റ് SI യൂണിറ്റ് ആണ് ജൂൾ. ശരിയാണ് അല്ലെ, താപത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. അടുത്തത്, താപത്തിന്റെ SI യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ്. അപ്പൊ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാ, കാരണം താപത്തിന്റെ SI യൂണിറ്റ് ഓൾറെഡി നമുക്കറിയാം ജൂൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി എന്താണ്, വേറൊരു SI യൂണിറ്റ് ഉണ്ടായിരിക്കില്ല അല്ലെ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. ഇനി താപനിലയുടെ SI യൂണിറ്റ് ആണ് സെൽഷ്യസ്. താപനിലയുടെ SI യൂണിറ്റ് ആണോ സെൽഷ്യസ്? അല്ല. താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ് അല്ലെ. നമ്മൾ എപ്പോഴും ടെമ്പറേച്ചർ എങ്ങനെ 273 കെൽവിൻ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത്, പ്രോബ്ലം ഒന്നും നമ്മുടെ ഈ ഒരു LGS ലെവലിൽ ആവശ്യമില്ല, പക്ഷേ LDC ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ അറിയാം, നമ്മൾ വാതക നിയമങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പലപ്പോഴും നമ്മൾ P1 V1 എന്നൊക്കെ പറഞ്ഞ് ബോയിൽസ് ലോ അതേപോലെ ചാൾസ് ലോ ഒക്കെ ഇട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം ടെമ്പറേച്ചർ എങ്ങനെയാ 273 കെൽവിൻ അല്ലെങ്കിൽ 100 കെൽവിൻ എന്നൊക്കെയാണ് കൊടുക്കുന്നത്. ഇനി അഥവാ ഡിഗ്രി സെൽഷ്യസിൽ തന്നാൽ എന്ത് ചെയ്യും, നമ്മൾ അതിനെ കെൽവിനിലേക്ക് മാറ്റാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? 1ഉം 4ഉം ആണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ബലം പാസ്കൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബലത്തിന്റെ ആ ഒരു യൂണിറ്റ് SI യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പൊ ബാക്കി ഇവിടെ കൊടുത്തിട്ടുള്ളതെല്ലാം ശരിയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. എന്തൊക്കെയാണ്? പവറിന്റെ SI യൂണിറ്റ് എന്താണ്? വാട്ട് ആണ് അല്ലെ. അതേപോലെ പ്രവൃത്തി, അതായത് വർക്കിന്റെ SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. പിന്നെ ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയുടെ SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. താപത്തിന്റെ SI യൂണിറ്റ് നമ്മളിവിടെ പഠിച്ചു. അതെല്ലാം ഈ ഒരു യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറഞ്ഞത്. ഊർജത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ്. പിന്നെ താപനിലയുടെ SI യൂണിറ്റ് ആണ് ഏത്? കെൽവിൻ. ഓക്കെ, അപ്പൊ അത് മാറിപ്പോവാതെ പഠിച്ചു വെച്ചേക്കുക. അടുത്ത 62ാമത്തെ ക്വസ്റ്റ്യൻ, അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ്. അലൂമിനിയത്തിന്റെ അയിര് ഏത് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്, എന്നിട്ട് ബോക്സൈറ്റ് തരും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അലൂമിനിയത്തിന്റെ ധാതുവാണ്. ഇതും എന്താണ്? SCERT ഉള്ളതാണ് കേട്ടോ, വേറെ ഡൗട്ട് ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം SCERT നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്രയോലൈറ്റ് ആണ്.
അടുത്തത് 63ാമത്തെ ക്വസ്റ്റ്യൻ, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ് മാത്രമാണ്. ബേക്കലൈറ്റ് ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ബാക്കി ഉദാഹരണം ഏതൊക്കെയാണ്? പോളിത്തീൻ ഉണ്ട്, അതേപോലെ PVC ഉണ്ട്, നൈലോൺ ഉണ്ട്. അടുത്തത്, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് ദീർഘദൃഷ്ടിയും അതേപോലെ വെള്ളെഴുത്തുമാണ് ഏത് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുന്നത്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് ആവശ്യമുള്ളത് 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ശരിയല്ലേ? ഡിഫ്തീരിയ എന്താണ്? ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. സോ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്. ആണോ? അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മലിനമായിട്ടുള്ള ജലം, ആഹാര പദാർത്ഥങ്ങൾ, ഇതിലൂടെയൊക്കെയാണ് കോളറ പകരുന്നത്. അതേപോലെ ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്. ആണോ? അല്ല. അപ്പൊ രണ്ടാമത്തതും മൂന്നാമത്തതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രം ശരി. അടുത്ത 68ാമത്തെ ക്വസ്റ്റ്യൻ, അനോഫിലസ് പെൺ കൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏത്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. മലമ്പനിയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു ഡെങ്കിപ്പനി ഏത് കൊതുകാണ്? അത് ഏഡിസ് മോസ്കിറ്റോസ് ആണ്. അപ്പൊ കണ്ടോ, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് നെക്സ്റ്റ് എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത്, ശരിയായ ജോഡി ഏത്? ക്ഷയം BCG ശരിയല്ലേ? അതെ. അതേപോലെ ടെറ്റനസ് OPV ആണോ? അല്ല, തെറ്റാണ്. ഡിഫ്തീരിയ MMR അതും തെറ്റാണ്. പിന്നെ പോളിയോ DPT ഇത് മൂന്നും തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇരുമ്പാണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്താണ് ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതാണ് ഇതിലുള്ളത്? നോക്കിക്കൊള്ളുക. ഫാറ്റി ലിവർ, പ്രമേഹം, പക്ഷാഘാതം, ഹീമോഫീലിയ. ഏതാണ്? ഹീമോഫീലിയാണ്. ഹീമോഫീലിയ എന്താണ്? ഒരു ജനിതക രോഗമാണ്. എന്താണ്? ജനിതക രോഗമാണ്. അപ്പോൾ അതുമാത്രമാണ് തന്നിട്ടുള്ളതിൽ ജീവിതശൈലി രോഗമല്ലാത്തത്. ബാക്കി ഈ പറഞ്ഞതെല്ലാം എന്താണ്? ജീവിതശൈലി രോഗമാണ്. അടുത്ത 72ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? കണ്ടോ, സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? മൃതസഞ്ജീവിനിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 73ാമത്തെ ക്വസ്റ്റ്യൻ, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് രോഗവുമായിട്ടാണ്? ഓപ്ഷൻ സി ആണ്. കുഷ്ഠവുമായിട്ടാണ് അശ്വമേധം പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ, നിപ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏത്? നമുക്കൊക്കെ അറിയാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? വവ്വാലാണ്. അടുത്തത്, ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവേത്? ഏതാണ്? ഓപ്ഷൻ ഡി, വൈറസ് ആണ്. അതായത് വൈറസ് ആണ് ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുന്ന രോഗാണു. അടുത്ത 76ാമത്തെ ക്വസ്റ്റ്യൻ, ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളതിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. അലോപ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മോഡേൺ മെഡിസിൻ, നമ്മുടെ ഇംഗ്ലീഷ് മെഡിസിൻസ് ഒക്കെ അല്ലേ? അതായത് നമ്മൾ പറയും ഇംഗ്ലീഷ് മരുന്നുകൾ എന്ന് പറയുന്ന പോലെ അലോപ്പതി എന്തായിരിക്കും? അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്? ആയുഷ് വകുപ്പിൽ പെടുന്നതല്ല. ബാക്കി അപ്പോൾ വരുന്നത് ആയുർവേദമുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്. 77ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. വിമുക്തി. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് വിമുക്തി എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി 78ാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? ഏതാണ്? ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ്. മെഡിസെപ്പ് പദ്ധതിയാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ, ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് പൊൻവാക്ക് എന്നാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. 80ാമത്തെ ക്വസ്റ്റ്യൻ, മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മോഹൻലാൽ ആണ്. ഓക്കെ. അപ്പൊ ഈ മൃതസഞ്ജീവനി പദ്ധതിയായിട്ട് റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ മൃതസഞ്ജീവനി പദ്ധതിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ പദ്ധതിയും എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ
അപ്പോൾ ഈ മൃതസഞ്ജീവനി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, PYQ ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനിയുള്ള എക്സാംസിനാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതിൻ്റെ തന്നെ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്, അതല്ല അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സയൻസ് ആൻഡ് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.